നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും LisMeയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ജെൻഡർ സ്കൂൾ ആൻഡ് സൊസൈറ്റി എന്ന പേപ്പറിലെ BEdലെ 4th സെമ്മിലെ പേപ്പറാണ്. അപ്പോൾ അതിനകത്ത് 3rd യൂണിറ്റ് ആണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. റീസെൻറ്റ് ഇഷ്യൂസ് അസോസിയേറ്റഡ് വിത്ത് ജെൻഡർ. അപ്പോൾ നമുക്ക് നോക്കാം. ഒരു സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്, വേണ്ട പോയിന്റ്സ് മാത്രമാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ നോക്കാം. സ്കൂളിംഗ് ഓഫ് ഗേൾസ്. ഫസ്റ്റ് അതിനകത്ത് പറയുന്നത് സ്കൂളിംഗ് ഓഫ് ഗേൾസ് ആണ്. അപ്പോൾ നോക്കാം, മോസ്റ്റ് ഓഫ് ദ കൺട്രീസ് സ്റ്റിൽ നോട്ട് ഹാവ് റീച്ച്ഡ് ജെൻഡർ പാരിറ്റി ഇൻ എഡ്യൂക്കേഷൻ. അപ്പം എല്ലാ രാജ്യങ്ങളിലും ഇതുപോലെ സ്ത്രീകൾക്കും എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് പറയുന്നുണ്ടെങ്കിലും എല്ലാ രാജ്യങ്ങളിലും അത് അറ്റൈൻ ചെയ്യാൻ നമുക്ക് സാധിച്ചിട്ടില്ല. ഒരു ഈക്വാലിറ്റി എല്ലായിടത്തും എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ കൊണ്ടുവരാൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ആൻഡ് എസ്റ്റിമേറ്റഡ് 31 മില്യൺ ഗേൾസ് ഓഫ് പ്രൈമറി സ്കൂൾ ഏജ് ആൻഡ് 32 മില്യൺ ഗേൾസ് ഓഫ് ലോവർ സെക്കൻഡറി സ്കൂൾ ഏജ് വർ ഔട്ട് ഓഫ് സ്കൂൾ. അപ്പം ഏകദേശം 31 മില്യൺ പ്രൈമറി സ്കൂൾ ഗേൾസ്, അതേപോലെ തന്നെ 32 മില്യൺ ലോവർ സെക്കൻഡറി സ്കൂൾ ഗേൾസ് ഒക്കെ ഇപ്പോഴും ഈ ഒരു വിദ്യാഭ്യാസം എന്ന് പറയുന്ന ഒരു മേഖലയിൽ നിന്നും ഔട്ട് ഓഫ് സ്കൂളാണ്. ഇപ്പോഴും ഡ്രോപ്പ് ഔട്ട്സ് ആയിട്ടും അവർ സ്കൂളിലേക്ക് വരുന്നേ ഇല്ല. ആൻഡ് സബ് സഹാറൻ ആഫ്രിക്ക ഹാസ് എ ലോവസ്റ്റ് പ്രൊപ്പോർഷൻ ഓഫ് കൺട്രീസ് വിത്ത് ജെൻഡർ പാരിറ്റി. ഈ ഒരു ജെൻഡർ ഈക്വാലിറ്റി എഡ്യൂക്കേഷൻ്റെ കാര്യത്തിൽ ഇല്ലാത്ത ഏറ്റവും നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് സബ് സഹാറൻ ആഫ്രിക്കയാണ്. അവിടെ ഇതുവരെയും ഒരു എഡ്യൂക്കേഷൻ കുട്ടികൾക്കും കൊടുക്കണം, സ്ത്രീകൾക്കും കൊടുക്കണം എന്നുള്ളൊരു കാര്യം, ഈ കോൺസെപ്റ്റേ അവിടെ വന്നിട്ടില്ല. ആൻഡ് സൗത്ത് ആൻഡ് വെസ്റ്റ് ഏഷ്യ ഹാസ് എ വൈഡസ്റ്റ് ജെൻഡർ ഗ്യാപ്പ് ഇൻ ഇറ്റ്സ് ഔട്ട് ഓഫ് സ്കൂൾ പോപ്പുലേഷൻ, 80% ഗേൾസ് ടു 60% ബോയ്സ്. ഓക്കെ, ഇപ്പം ഈ ഒരു ജെൻഡർ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത് സൗത്ത് ആൻഡ് വെസ്റ്റ് ഏഷ്യയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ജെൻഡർ ഗ്യാപ്പ് ഫീൽ ചെയ്യുന്നത്. 80% ഗേൾസ് ആണ്, അതായത് 60% ബോയ്സ് ഈ ഒരു എഡ്യൂക്കേഷനിൽ നിന്ന് മാറി നിൽക്കുമ്പോൾ 80% ആണ് സ്ത്രീകളുടെ കണക്ക്. അപ്പോൾ ഇതുപോലെ ഇപ്പോഴും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോഴത്തെ ഒരു കണ്ടീഷൻ വെച്ച് നോക്കിയാലും സ്ത്രീകൾ ഔട്ട് ഓഫ് സ്കൂൾ ആണ്. ഇനി അടുത്തത് ബാരിയേഴ്സ് ടു ഗേൾസ് എഡ്യൂക്കേഷൻ. എന്തൊക്കെയാണ് സ്ത്രീകൾക്ക് മുന്നോട്ട് വരാനും എഡ്യൂക്കേഷൻ ലഭിക്കാനുള്ള ബാരിയേഴ്സ്? ഒന്നാമത്തേത് കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ. അതായത് സാമ്പത്തികമായിട്ടുള്ള ഒരു ഭദ്രത ഇല്ലാത്ത കുടുംബത്തിൽ നിന്ന് വരുന്ന കുഞ്ഞുങ്ങൾക്ക് ഈ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് ഒരു അനാവശ്യ കാര്യമായിട്ട് തോന്നുന്നു, ആവശ്യ വസ്തുവായിട്ട് തോന്നുന്നില്ല. ആൻഡ് കോസ്റ്റ് ഓഫ് എഡ്യൂക്കേഷൻ, ഡിസ്റ്റൻസ് ടു സ്കൂൾ. സ്കൂളിൽ നിന്നുമുള്ള അകലം, വീട്ടിൽ നിന്നും സ്കൂളിലേക്കുള്ള അകലം വളരെ കൂടുമ്പോൾ ഈ സേഫ്റ്റി ഇഷ്യൂ മറ്റ് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ സ്കൂളിലേക്ക് കൊണ്ടുവരാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാകുന്നു. ആൻഡ് വയലൻസ് അറ്റ് സ്കൂൾ. സ്കൂളുകളിൽ വെച്ചിട്ട് അവർക്ക് സെക്ഷുവലി അല്ലെങ്കിൽ മറ്റു രീതിയിലുള്ള ഹറാസ്മെൻറ്റോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ അവർ എക്സ്പ്ലോയിറ്റ് ചെയ്യുമ്പോൾ കൂടുതലായിട്ടും കുട്ടികൾ അതിനകത്തേക്ക് വരാതിരിക്കുകയാണ്. ആൻഡ് ജെൻഡർ നോംസ് ആൻഡ് പോവേർട്ടി, ദാരിദ്ര്യം, അതുപോലെ ഏർലി മാരേജ് ആൻഡ് പ്രഗ്നൻസി. ചൈൽഡ് മാരേജിനെ പറ്റി നമ്മൾ പറഞ്ഞു. അപ്പോൾ ഏർലി മാരേജ് പല റിലീജിയൻ വൈസും കൾച്ചർ വൈസും നടക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രശ്നം വരുന്നുണ്ട്. ദെൻ ചൈൽഡ് വർക്കേഴ്സ്, അതേപോലെ തന്നെ ചൈൽഡ് വർക്കേഴ്സ് ഉണ്ട് വീട്ടിൽ, പോവർട്ടി കാരണം അല്ലെങ്കിൽ ഒരു പാരൻസിൻ്റെ അവയർനെസ് ഇല്ലാത്തത് കാരണം ജോലി ചെയ്യുന്ന കുട്ടികളുണ്ട്. ആൻഡ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ, അതുപോലെ തന്നെ ലാക്ക് ഓഫ് വാട്ടർ ആൻഡ് സാനിറ്റേഷൻ. അവർക്ക് ആവശ്യമായിട്ടുള്ള സൗകര്യങ്ങളില്ലാതെ സാനിറ്ററി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരവസ്ഥ സ്കൂളുകളിലുള്ളപ്പോൾ ആ ഒരു സമയത്ത് കുട്ടികൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പഠിക്കാൻ പറ്റാത്തൊരു അവസ്ഥ വരുന്നുണ്ട്. ആൻഡ് ഡിസബിലിറ്റീസ്, അതുപോലെ തന്നെ ഡബ്ലി ഓപ്രസ്ഡ് ആയിട്ടുള്ള ഡിസേബിൾഡ് ചിൽഡ്രൻ, പ്രത്യേകിച്ചും ഗേൾസ് എന്ത് ചെയ്യുന്നുണ്ട്, അവേ ഫ്രം സ്കൂൾസ് ആണ്. ദീസ് ആർ ദ ബാരിയേഴ്സ് ടു ഗേൾസ് എഡ്യൂക്കേഷൻ. ഇനി അടുത്ത പോയിന്റ്സിലേക്ക് പോവാം. സേഫ്റ്റി അറ്റ് എ സ്കൂൾ, ഹോം ആൻഡ് ബിയോണ്ട്. നമ്മളിനി ഒരു കുഞ്ഞിന്, ഒരു പെൺകുട്ടിക്ക് കൊടുക്കേണ്ട ഒരു സേഫ്റ്റി, ഒരു സുരക്ഷിതത്വം ഉണ്ട്. അത് വീട്ടിലാണെങ്കിലും ശരി, അതുപോലെ സ്കൂളിലാണെങ്കിലും അതിനപ്പുറം സൊസൈറ്റിയിലാണെങ്കിലും. അക്കോർഡിംഗ് ടു ദ 2007 റിപ്പോർട്ട് ഓഫ് ദ മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ്, 2 out of 3 Indian children face physical abuse and more than half face sexual abuse in some form. അതായത് നമുക്കറിയാം 3/2 കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്, ഭൗതികപരമായിട്ട് അല്ലെങ്കിൽ സെക്ഷുവലി ഒക്കെ അവരെന്ത് ചെയ്യുന്നുണ്ട്, ഈ ഒരു അബ്യൂസ് നേരിടുന്ന കുട്ടികളാണ്. 2007 റിപ്പോർട്ട് പ്രകാരം 3/2 കുട്ടികളും ഈ ഒരു പ്രശ്നം നേരിടുന്നവരാണ്. ആൻഡ് ചിൽഡ്രൻ ഇൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ കെയർ റിപ്പോർട്ടഡ് ദ ഹയസ്റ്റ് ഇൻസിഡൻസ് ഓഫ് സെക്ഷുവൽ അബ്യൂസ് ആൻഡ് അസോൾട്ട്. ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ചേർന്ന് പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇത്തരത്തിലുള്ള അനുഭവങ്ങൾ ഏറ്റവും കൂടുതൽ നേരിടേണ്ടി വന്നിട്ടുള്ളത് എന്നുള്ളൊരു കാര്യവും വളരെ ഭീതിപ്പെടുത്തുന്നതാണ്. ദി ഏഷ്യൻ സെന്റർ ഫോർ ഹ്യൂമൻ റൈറ്റ്സ് found that child rapes had increased from 2113 കുട്ടികളോട് അത്രയും പേര് റേപ്പ് കേസ് തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇൻസിഡൻസ് ഇൻ 2001 to അതായത് 2011 ആയപ്പോഴേക്കും അത് 7000 ആയിട്ട് എന്ത് ചെയ്തു, വർദ്ധിച്ചു. അപ്പോൾ
2001 അത് 2000 ആയിരുന്നെങ്കിൽ ഇപ്പോഴത് 7000 ആ ഒരു 2011 കണക്ക്. ഇപ്പോൾ 2020 അല്ലേ, ആ ഒരു സമയത്ത് കണക്കെടുക്കുമ്പോൾ എന്താവും, തീർച്ചയായിട്ടും ഇൻക്രീസ് ചെയ്യാനാണ് സാധ്യത. അപ്പോൾ ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോകുന്ന കുട്ടികൾക്കാണ് കൂടുതലും സെക്ഷൽ അബ്യൂസ് നടക്കുന്നത് എന്നാണ് ഒരു കണക്ക്. ഓക്കെ, ഇനി സേഫ്റ്റി അറ്റ് സ്കൂൾസ്. ഇനി എങ്ങനെയാണ് സ്കൂളിലുള്ള സേഫ്റ്റി, റീസെൻ്റ് ആയിട്ടുള്ള ഇഷ്യൂസ് ആണ് പറയുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു കണ്ടീഷനാണ് നമ്മൾ നോക്കുന്നത് കേട്ടോ. Safety at the schools ensure teachers, volunteers and anyone else with access to children is properly screened and trained. അതായത് കുഞ്ഞുങ്ങൾക്ക് കറക്റ്റായിട്ടുള്ള ഒരു സ്ക്രീനിങ്ങും അതുപോലെ ട്രെയിനിങ്ങും കൊടുക്കണം. നമുക്കറിയാം, ഇന്ത്യ ഈസ് മൈ കൺട്രി, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, നമ്മൾ അത് പറഞ്ഞുകൊണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അല്ലേ. അപ്പോൾ അപ്പോൾ തന്നെ കുട്ടികൾക്ക് ഇടയിലും ഈ ഒരു കണക്ഷൻ അല്ലെങ്കിൽ അവരോട് മനസ്സിലാക്കി കൊടുക്കണം. നമ്മൾ റെസ്പെക്റ്റ് ചെയ്യേണ്ടതാണ് ഓപ്പോസിറ്റ് സെക്സിനെ എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കി കൊടുക്കണം. അപ്പോൾ അത് ടീച്ചേഴ്സിൻ്റെ വോളണ്ടിയേഴ്സിൻ്റെ ഒക്കെ അല്ലെങ്കിൽ എനിവൺ എൽസ് ഇൻ ദ സൊസൈറ്റി, ആ ഒരു കുഞ്ഞുങ്ങളുമായി ഇടപഴകുന്നവരുടെയൊക്കെ ലക്ഷ്യം അല്ലെങ്കിൽ അവരുടെയൊക്കെ ഒരു മോട്ടോ ഇതായിരിക്കണം. ആൻഡ് ഇംപ്ലിമെന്റ് ആൻഡ് എൻഫോഴ്സ് എ പോളിസി ഫോർ റിപ്പോർട്ടിംഗ് ചൈൽഡ് സെക്ഷൽ അബ്യൂസ് ആൻഡ് ഹാൻഡ്ലിംഗ് ഡിസ്ക്ലോസേഴ്സ് ഫ്രം ചിൽഡ്രൻ. അതുപോലെ തന്നെ സെക്ഷൽ അബ്യൂസ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാനും വേണ്ട നടപടികൾ എടുക്കാനുമുള്ള ഒരു കഴിവും കൂടി ആര് ചെയ്യണം, അതോറിറ്റിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവണം. എസ്റ്റാബ്ലിഷ് പ്രോട്ടോകോൾസ് ആൻഡ് സ്ക്രീനിങ് ഫോർ സ്കൂൾ കമ്പ്യൂട്ടർ യൂസ്. അതേപോലെ തന്നെ പ്രോട്ടോകോൾസും സ്ക്രീനിങ്ങും ഒക്കെ കമ്പ്യൂട്ടർ യൂസിന് ഒരു കൃത്യമായിട്ടുള്ള ഒരു അജണ്ട ഉണ്ടാക്കുക. കാരണം ഇപ്പം നമുക്കറിയാം, സോഷ്യൽ മീഡിയ ആണെങ്കിലും ശരി, നമ്മുടെ ഒരു ന്യൂ മീഡിയ, മാസ് മീഡിയ വന്നതോട് കൂടിയിട്ട് തന്നെ കുട്ടികളുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പം പ്രോപ്പർ യൂസേജ് അതൊക്കെ നല്ല രീതിയിൽ ഉപയോഗിക്കാനുള്ളൊരു സ്ക്രീനിങ് വേണം. And assess your environmental structure and take every possible step to make it safe for children. അതായത് നമ്മളുടെ എൻവയോൺമെൻറ്റ്, നമ്മുടെ കൾച്ചർ, എല്ലാ കാര്യങ്ങളും എന്താണെന്ന് പാരൻസും സൊസൈറ്റിയും ഒരുപോലെ മനസ്സിലാക്കിയതിന് ശേഷം അത് നന്നാക്കാൻ, അത് സേഫ് ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യണം. ആൻഡ് മേക്ക് certain campus security in place so that all visitors are screened through the office and the unusual incidents or visitors are handled. അതുപോലെ തന്നെ നമുക്കൊരു സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ സന്ദർശകരെ അനുവദിക്കുന്ന കാര്യത്തിലൊക്കെ കൃത്യമായിട്ടുള്ളൊരു പ്രോട്ടോകോൾ വെക്കണം. അപരിചിതരായിട്ടുള്ള ആളുകളോട് എങ്ങനെ മിങ്കിൾ ചെയ്യണം എന്നുള്ളതിനെ പറ്റിയിട്ടൊക്കെയുള്ള കൃത്യമായ ട്രെയിനിങ് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് നൽകിയിരിക്കണം. ആൻഡ് പ്രൊവൈഡ് പ്രോഗ്രാംസ് ആൻഡ് റൂൾസ് ഫോർ പാരൻസ് ടു മേക്ക് ദം എ പാർട്ട് ഓഫ് ദിയർ ചിൽഡ്രൻസ് സേഫ്റ്റി. അതുപോലെ തന്നെ പ്രോഗ്രാംസും റോൾസും ഓഫ് പാരൻസിന്, അതായത് പാരൻസിന് അവയർനെസ് പ്രോഗ്രാംസ് സംഘടിപ്പിക്കുക. അങ്ങനെയാണ് സേഫ്റ്റി അറ്റ് സ്കൂൾസ് നമുക്ക് ഉറപ്പുവരുത്താൻ പറ്റുന്നത്. ഇനി സേഫ്റ്റി അറ്റ് ഹോം. ഇനി നമ്മൾ വീട്ടിലിരിക്കുന്ന കുട്ടികൾ സേഫാണോ? ചാൻസ് വളരെ കുറവാണല്ലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അവർക്ക് മനസ്സിലാക്കി കൊടുക്കേണ്ടത് എൻകറേജ് കിഡ്സ് ടു ടോക്ക് അബൌട്ട് ദെയർ ഡേ. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ദിവസവും അവരുടെ ദിവസത്തെ പറ്റി സംസാരിക്കുവാനുള്ള ഒരു പ്രാക്ടീസ്, ഒരു ഓപ്പൺ ആയിട്ടുള്ള ഒരു ഏരിയ അവർക്ക് ഒരുക്കി കൊടുക്കണം. ആൻഡ് ബിക്കം എഡ്യൂക്കേറ്റഡ് ഓൺ സെക്ഷൽ അബ്യൂസ്. അതേപോലെ തന്നെ അവർക്ക് സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കണം. ഇത്തരത്തിലുള്ള അബ്യൂസ് എന്ത് വന്നാലും, അതായത് ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണെന്ന് അവരെ പഠിപ്പിക്കേണ്ടത് ആവശ്യമാണ്. And teach your child how to get out of scary or uncomfortable situations. അപ്പോൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക എങ്ങനെയാണ് ഇങ്ങനെ ഒരു അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെട്ടു പോകേണ്ടത് എന്ന് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക. Tell them to be beware of red flags. അതേപോലെ തന്നെ ഇത്തരം റെഡ് ഫ്ലാഗ്സിനെ, ഇത്രയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, മോശപ്പെട്ട കാര്യങ്ങൾ വരുമ്പോൾ ആ കാര്യങ്ങളെ പറ്റിയിട്ടുള്ള ഒരു അവയർനെസ് എന്ത് ചെയ്യണം, കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാക്കി കൊടുക്കണം. മേക്ക് ചിൽഡ്രൻ അവെയർ ഓഫ് സൈബർ ബുള്ളിയിങ്. അതേപോലെ തന്നെ ഇവർക്ക് ഒരു സൈബർ ആക്രമണം അല്ലെങ്കിൽ സൈബർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ന്യൂ മീഡിയയുടെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ നിന്നൊക്കെ ഇതുപോലൊരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അത് പറയാനും അതിനെതിരെ പ്രവർത്തിക്കാനൊക്കെയുള്ളൊരു ഗഡ്സ് കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാക്കിയെടുക്കണം. ദാറ്റ് ഈസ് സേഫ്റ്റി അറ്റ് ഹോം. ആൻഡ് സെക്ഷൽ ഹറാസ്മെൻറ്റ് അറ്റ് വർക്ക് പ്ലേസ്. ഇനി അടുത്തത് പറയുന്നത് ജോലി സ്ഥലങ്ങളിൽ ഉണ്ടാകുന്ന സെക്ഷൽ ഹറാസ്മെൻറ്റിൽ പറ്റിയാണ്. അപ്പോൾ ഫിസിക്കൽ കോണ്ടാക്ട് ഓർ അഡ്വാൻസിങ് ഇൻ സച്ച് എ മാനർ ആസ് ടു സജസ്റ്റ് സെക്ഷൽ കോണ്ടാക്ട്. നമ്മൾ ഫിസിക്കലായിട്ടുള്ള ഒരു കോണ്ടാക്റ്റിനെയാണ് നമ്മൾ സെക്ഷൽ ഹറാസ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ തൊടുകയും പിടിക്കുകയൊക്കെ ചെയ്യും. നമ്മൾ കുറേ കണ്ണടയ്ക്കുന്ന ആൾക്കാരുണ്ട് അല്ലേ, ഒരു ബസ്സിലൊക്കെ പോകുന്ന സമയത്തൊക്കെ ഇഷ്ടംപോലെ സ്ത്രീകൾക്ക്. അപ്പം ഈ ഒരു ആസ് എ ഗേൾ എന്ന നിലയിൽ എനിക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട്. എന്ന് വെച്ചാൽ നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ എപ്പോഴും നമ്മൾ കേസാക്കാൻ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിനെ നേരെ ഉണ്ടാവുള്ളൂ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡോമിനേറ്റ് ചെയ്യാനും നമ്മൾ അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റായിട്ട് പലരും കാണുന്നതായിട്ടും പല രീതിയിൽ നോക്കുന്നതായിട്ടൊക്കെ നമുക്ക് തന്നെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ റെസ്പോണ്ട് ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റി കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. അതുപോലെ കമ്പൽഷൻ ഓർ റിക്വസ്റ്റ് ഫോർ സെക്ഷൽ ഫേവേഴ്സ്. അതേപോലെ തന്നെ
ഈ വർക്ക് പ്ലേസിലുണ്ടായിരിക്കും. അതായത് സെക്ഷലി എന്തെങ്കിലും ചെയ്തു കൊടുക്കാൻ വേണ്ടിയിട്ട് ഈ ബോസ് അല്ലെങ്കിൽ ഇവിടുത്തെ അവിടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സൊക്കെ ഇതുപോലെയുള്ള ഫേവറിങ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടായിരിക്കും. അത്തരം കാര്യങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാനുള്ള അല്ലെങ്കിൽ അത് മനസ്സിലാക്കാനുള്ള ഒരു ഐഡിയ അത് കുഞ്ഞുങ്ങൾക്ക് പറഞ്ഞു കൊടുക്കണം. അതില്ലാത്ത ആളുകൾക്ക് അത് മിസ്യൂസ് ചെയ്യപ്പെടാൻ കാരണമാവുന്നുണ്ട്. ആൻഡ് യൂസ് ഓഫ് സെക്സിസ്റ്റ് ലാംഗ്വേജ്, അവരതുപോലത്തെ ലാംഗ്വേജ് യൂസ് ചെയ്യാറുണ്ട്, ഒരു സെക്ഷൽ രീതിയിലുള്ള ലാംഗ്വേജ്. അത് മനസ്സിലാക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ടാക്കണം. ആൻഡ് ഡിസ്പ്ലേ ഓഫ് പോർണോഗ്രാഫിക് പിക്ചേഴ്സ്, അതേപോലെ തന്നെ അവർക്ക് ഒരു സെക്ഷൽ ആയിട്ടുള്ള പിക്ചേഴ്സൊക്കെ കാണിക്കുക, പോർണോഗ്രാഫിക് പിക്ചേഴ്സൊക്കെ കാണിക്കുക. അത്തരം കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും അതിൽ നിന്നെല്ലാം വിട്ടു നിൽക്കാനുള്ളൊരു കപ്പാസിറ്റി വരണം. ആൻഡ് എനി ഫിസിക്കൽ ഓർ ഓറൽ ആക്ട് വിച്ച് ഇൻക്ലൂഡ്സ് അൺവാണ്ടഡ് സെക്ഷൽ എലമെൻറ്റ്സ്. ഇപ്പം സെക്ഷലി എലമെൻറ്റ്സ് ഉള്ള ചില കാര്യങ്ങൾ ഇപ്പം നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആളുകളിൽ തന്നെ ഉണ്ടായിരിക്കും. അത്തരം ആൾക്കാരിൽ നിന്ന് നമ്മൾ ഇപ്പം അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാര്യം വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ജസ്റ്റ് എന്ത് ചെയ്യുക, അതിൽ നിന്ന് മാറി നിൽക്കുക, എസ്കേപ്പ് ചെയ്യുക. അപ്പം നമുക്ക് ഇൻവോൾവ് ചെയ്യേണ്ടി വന്നു കഴിഞ്ഞാലും ജസ്റ്റ് അതിനെ എസ്കേപ്പ് ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊരു പ്രോബ്ലം ആക്കി കുഞ്ഞുങ്ങളുടെ മനസ്സിൽ പെട്ടെന്ന് അത് കയറും. അങ്ങനത്തെ പ്രശ്നങ്ങൾ എന്താണെന്ന് പോലും മനസ്സിലാവാത്തൊരു പ്രായമായിരിക്കും. അപ്പോൾ അത് ടീച്ചേഴ്സ് തന്നെയാണ് എന്ത് ചെയ്യേണ്ടത്, കവർ ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അതിനെപ്പറ്റിയൊരു ഐഡിയ അവർക്ക് ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഓക്കെ. ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ റീഡ്രസ്സിങ് സെക്ഷൽ ഹറാസ്മെൻറ്റ്. ഇനിയിപ്പോൾ അങ്ങനത്തെ ഒരു സെക്ഷൽ ഹറാസ്മെൻറ്റ് വന്നെന്നിരിക്കട്ടെ, അപ്പം അതിനെ ഒന്ന് ഓവർകം ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂഷൻസ് നമുക്കുണ്ട്. വിമൻസ് സെൽസ് ഇൻ പോലീസ് സ്റ്റേഷൻ, അപ്പം സ്ത്രീകൾക്ക് വേണ്ടിയിട്ട് വിമൻസ് സെല്ലുകളുണ്ട്. അതേപോലെ തന്നെ കേരള സ്റ്റേറ്റ് വിമൻസ് കമ്മീഷൻ, മഹിളാ കമ്മീഷൻ ഉണ്ട്. അതുപോലെ ജാഗ്രതാ സമിതി. ഇത്തരം സെൻറ്റേഴ്സ് ഒക്കെ തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇത്തരം കാര്യങ്ങളിൽ നിന്നെല്ലാം രക്ഷപ്പെടുത്താൻ ഒരുപാട് കേന്ദ്രങ്ങളുണ്ട്. ഓക്കെ. ഇനി ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ബോഡി, ഇതൊരു ഭയങ്കരമായിട്ടുള്ള ഒരു പോയിൻ്റാണ്, അല്ലെങ്കിൽ ഒരു നമ്മൾ ഡിസ്കസ് ചെയ്തിരിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. ഇപ്പോൾ ഒരു ഫീമെയിൽ ബോഡി, ഇപ്പോൾ ഒരു ഫീമെയിലിനെ നമ്മൾ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി നമ്മൾ ബോയ്സ് ആണെങ്കിലും ഒരു ഗേൾ ആണെങ്കിൽ പോലും നമ്മൾ അതിനെ ഒരു ബോഡി ആയിട്ട് ഇങ്ങനെ മെഷർ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഒരു ഒബ്ജക്റ്റ്, ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ടാണ് സ്ത്രീകളെ പലപ്പോഴും കാണുന്നത്. അപ്പം ഒബ്ജക്റ്റിഫിക്കേഷൻ ഓഫ് ഫീമെയിൽ ബോഡി എന്നൊരു ടോപ്പിക് നമ്മളുടെ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. അപ്പോൾ അത് നോക്കാം. സെക്ഷൽ ഒബ്ജക്റ്റിഫിക്കേഷൻ ഈസ് ദ ആക്ട് ഓഫ് ട്രീറ്റിംഗ് എ പേഴ്സൺ ആസ് ആൻ ഇൻസ്ട്രുമെൻറ്റ് ഓഫ് സെക്ഷൽ പ്ലഷർ. ഈ ഒരു സെക്ഷൽ പ്ലഷറിന് വേണ്ടി മാത്രമുള്ള ഒരു ഒബ്ജക്റ്റ് ആയിട്ട് നമ്മളുടെ സ്ത്രീയുടെ ശരീരം കാണുന്ന ഒരു മനുഷ്യനെ, ഒരു സ്ത്രീയെ കാണുന്ന രീതി ഇവിടെ കാണുന്നുണ്ട്. ആൻഡ് ഒബ്ജക്റ്റിഫിക്കേഷൻ മോർ ബ്രോഡ്ലി മീൻസ് ട്രീറ്റിംഗ് എ പേഴ്സൺ ആസ് ആൻ ഒബ്ജക്റ്റ് വിത്തൗട്ട് റിഗാർഡ് ടു ദെയർ പേഴ്സണാലിറ്റി ഓർ ഡിഗ്നിറ്റി. അവരുടെ പേഴ്സണാലിറ്റിയെയും ഡിഗ്നിറ്റിയെയും ഒക്കെ ചൂഷണം ചെയ്തിട്ട് സ്നേഹം നടിച്ച് തന്നെ എന്ത് ചെയ്യാറുണ്ട്, പലരും അതിനെ മിസ്യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം എന്ന് വെച്ചാൽ ബോഡിലി ആയിട്ടാണ് എല്ലാ ലവ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ അസോസിയേറ്റ് ചെയ്ത് വരുന്നത് അല്ലേ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾ ഒരു ഒബ്ജക്റ്റ് എന്ന നിലയിൽ മാത്രം കാണുക. ആൻഡ് എ നമ്പർ ഓഫ് റിസർച്ചേഴ്സ് ഹാസ് ഡോക്യുമെൻറ്റഡ് ദാറ്റ് വിമൻ ആർ ടാർഗറ്റഡ് ഫോർ സെക്ഷലി ഒബ്ജക്റ്റിഫൈയിങ് ട്രീറ്റ്മെൻറ്റ് ഇൻ ദെയർ ഡേ ടു ഡേ ലൈഫ്സ് മോർ ഓഫൺ ദാൻ മെൻ. ആണുങ്ങളെക്കാട്ടിലും പെണ്ണുങ്ങൾക്ക് ഇതുപോലൊരു ഒബ്ജക്റ്റായി പലപ്പോഴും നിൽക്കേണ്ടി വരുന്നുണ്ട്, അറിഞ്ഞും അറിയാതെയും. കാരണം നമ്മളൊരു ബസ്സിൽ ട്രാവൽ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ളൊരു ഇടങ്ങളിൽ പോകുമ്പോൾ നമ്മളെ അളക്കുന്ന അളവുപോലെ പലപ്പോഴും നമുക്ക് കാണാൻ സാധിക്കാറുണ്ട് അല്ലേ. ബോയ്സ് ആയാലും ഗേൾസ് ആയാലും ഒക്കെ അവരിങ്ങനെ ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് നമ്മളെ കാണുന്ന ഒരു സ്ഥിതിയുണ്ട്. അപ്പം നമ്മുടെ ഡിഗ്നിറ്റിയെ തകർക്കുന്ന ഒരു കാര്യമാണത്. ആൻഡ് കോമൺ സിറ്റുവേഷൻസ് ദാറ്റ് വുഡ് കൺസ്റ്റിറ്റ്യൂട്ട് സെക്ഷൽ ഒബ്ജക്റ്റിഫിക്കേഷൻ ഇൻക്ലൂഡ്സ് ഗേസിംഗ് ഓർ ലിയറിംഗ് അറ്റ് വിമൻസ് ബോഡീസ്, സെക്ഷൽ കമൻറ്റ്സ് അബൌട്ട് വിമൻസ് ബോഡീസ്, വിസ്ലിംഗ് ഓർ ഹാങ്കിങ് ദ കാർ ഹോൺ അറ്റ് എ ഫീമെയിൽ പാസർ ബൈ. ഇപ്പോൾ ഒരു സ്ത്രീ നടന്നു പോകുന്ന സമയത്ത് വിസിൽ അടിക്കുന്നതുണ്ടായിരിക്കും, അല്ലെങ്കിൽ സെക്ഷൽ കമൻറ്റ്സ് പറയുന്നുണ്ടായിരിക്കും, അല്ലെങ്കിൽ ബോഡിയെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഇത്തരം അനുഭവങ്ങളൊക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ടേക്കിംഗ് ഫോട്ടോഗ്രാഫ്സ് ഓഫ് വിമൻസ് ബോഡീസ് ഓർ ബോഡി പാർട്സ്, അതേപോലെ തന്നെ നമ്മുടെ ഫോട്ടോഗ്രാഫ്സ് എടുക്കുക, നമ്മുടെ ബോഡി പാർട്സിൻ്റെ ഫോട്ടോസ് എടുക്കുക, അത് എക്സ്പോസ് അത് പുറത്ത് കൊണ്ടുപോകുക, അതുപോലുള്ള കാര്യങ്ങൾ അല്ലേ. സെക്ഷലൈസ്ഡ് മീഡിയ ഇമേജറി ഓർ പോണോഗ്രാഫി, സെക്ഷൽ ഹറാസ്മെൻറ്റ്, അതിങ്ങനെ പോണോഗ്രാഫിക്കായിട്ട് ഉപയോഗിക്കുക, സെക്ഷൽ വയലൻസ് ആൻഡ് റേപ്പ്, അത് പിന്നീട് അതൊരു സെക്ഷൽ വയലൻറ്റ് നമ്മളെ ഭീഷണിപ്പെടുത്തുന്ന രീതിയിൽ റേപ്പിന് ഒക്കെ ഇങ്ങനെയൊക്കെ ഒരു ഒബ്ജക്റ്റ് ആയിട്ട് കാണുന്ന ഒരു കാര്യം. ഇതൊക്കെ നമുക്ക് അറിയുന്ന ടോപ്പിക്കാണ്, ജസ്റ്റ് നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടിയിട്ടൊന്ന് പറയുന്നുള്ളൂ കേട്ടോ. ആൻഡ് പ്രൊപ്പഗേഷൻ ഓഫ് പോപ്പുലർ ബിലീവ്സ് ത്രൂ മീഡിയ. ഇനി അടുത്തതൊരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്കാണ്. മീഡിയ നമുക്ക് കൊണ്ടുതരുന്ന ചില പോപ്പുലർ ബിലീവ്സ് ഉണ്ട്, ചില വിശ്വാസങ്ങൾ നമ്മുടെ മനസ്സിൽ ഊട്ടി ഉറപ്പിക്കുന്നുണ്ട് ഈ ഒരു മീഡിയ.
പ്രൊപ്പഗേഷൻ ഓഫ് പോപ്പുലർ ബിലീവ്സ് ത്രൂ മീഡിയ, ഫിലിംസ്, അഡ്വർടൈസ്മെന്റ്സ് ആൻഡ് സോങ്സ്. പല സോങ്സിലും നമുക്കിത് കാണാൻ പറ്റും. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇൻ മീഡിയ ദർ ഇസ് സ്ട്രോങ് ഫോക്കസ് ഓൺ വിമൻ ആസ് സെക്ഷൽ ഒബ്ജക്ട്സ് റാദർ ദാൻ മെൻ. ശരിക്കും ഒരു മീഡിയയിലാണ് വിമനെ ശരിക്കും ഒരു സെക്ഷൽ ഒബ്ജക്റ്റ് ആയിട്ട് കാണിക്കുന്നത്, അല്ലേ? അവളുടെ ശരീരഭാഗങ്ങൾ കാണിക്കുന്നു, അങ്ങനത്തെ ഡ്രസ്സുകൾ കൊടുക്കുന്നു. ദിസ് ഈസ് ഡെട്രിമെന്റൽ ടു സൊസൈറ്റി. ഈ ഒരു കാഴ്ചപ്പാടാണ് സൊസൈറ്റിയിലേക്ക് പിന്നീട് എന്ത് ചെയ്യുന്നത്, അങ്ങോട്ട് ചെല്ലുന്നത്, അല്ലേ? ഇപ്പോൾ ഒരു എന്തിൻ്റെ ഒരു ബ്യൂട്ടി സാധനത്തിൻ്റെ ആണെങ്കിലും ശരി, അല്ലെങ്കിൽ എന്തെങ്കിലും മേക്കപ്പിൻ്റെ, ഒരു സോപ്പിൻ്റെ, അങ്ങനത്തെ പരസ്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും സ്ത്രീകളെ ഒരു അങ്ങനത്തെ ഒരു ഒബ്ജക്റ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. Nowadays, media is a primary source of information, especially for teens and children, to shape the culture's sense of dating, romance, sex, and what is ideal in the society. ഇപ്പോൾ നമ്മളുടെ ഇന്നത്തെ കാലത്ത് കുഞ്ഞുങ്ങൾ ഈ കാര്യങ്ങൾ മനസ്സിലാക്കണം എങ്ങനെയാണ്? ഈ സൊസൈറ്റി മുഴുവൻ കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് ടി വിയിലുള്ള ആഡുകളിലൂടെ, അല്ലെങ്കിൽ ഇൻ്റർനെറ്റിലൂടെ, അതുപോലെ മാസ് മീഡിയയിലൂടെയൊക്കെയാണ്. അപ്പം ഇത്തരം കാര്യങ്ങളിൽ ഇങ്ങനെ ഒരു ഒബ്ജക്റ്റായിട്ട് സ്ത്രീകളെ ഇങ്ങനെ വെക്കുമ്പോൾ തീർച്ചയായിട്ടും അങ്ങനത്തെ കാര്യങ്ങൾ നോക്കാനുള്ള ടെൻഡൻസി, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് കുഞ്ഞിൻ്റെ മനസ്സിൽ ഡെവലപ്പ് ചെയ്ത് വരും. തീർച്ചയാണത്. അപ്പം എന്താണ് സൊസൈറ്റിയുടെ ഐഡിയൽ എന്നുള്ളത് ആ രീതിയിലാണ് കുഞ്ഞുങ്ങളുടെ മനസ്സിൽ വരിക, അല്ലേ? ഒരു സ്ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ ആയിരിക്കണം. അപ്പം നമുക്ക് പരസ്യങ്ങൾ കണ്ടറിയാം, സ്ലിം ആയിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോഡി ആയിരിക്കണം ഉണ്ടാവുന്നത്, ഇങ്ങനത്തെ ഹെയർ ആയിരിക്കണം ഉണ്ടാവുന്നത്, വെളുത്ത ആളായിരിക്കണം. ഇങ്ങനത്തെ ബ്യൂട്ടി കോൺസെപ്റ്റ് തന്നെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ അടിച്ചേൽപ്പിക്കപ്പെടുന്നുണ്ട് പല ആഡുകളിലൂടെയും മറ്റും. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തെറ്റായിട്ടുള്ള മിഥ്യാധാരണയാണ് നമുക്ക് കുഞ്ഞുങ്ങളുടെ മനസ്സിലുണ്ടാവുന്നത്. An unreal world is presented in front of us as a real, so we refuse to accept the realities of life. തീർച്ചയായിട്ടും ഒരു അൺറിയൽ ആയിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ സിനിമയിലാണെങ്കിലും ശരി, സീരിയലിലാണെങ്കിലും ശരി, ആഡുകളിലാണെങ്കിലും, ഇപ്പോൾ മേക്കപ്പ് ഒക്കെ ഇട്ട് നടക്കുന്ന ആളുകൾ, അല്ലേ? വീടിനുള്ളിൽ മേക്കപ്പ് ഇടുന്ന, അപ്പോൾ ഇതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുടെ മനസ്സിലൊരു കാഴ്ചപ്പാട്, സൗന്ദര്യത്തിൻ്റെ ഒരു ഇങ്ങനെയൊക്കെ ആയിരിക്കണം, എന്നാലേ ഒരു ബ്യൂട്ടി ആവുള്ളൂ, അങ്ങനെ ഒരു മനസ്സിലുണ്ട്. അപ്പം റിയൽ വേൾഡിൽ നിന്നും തികച്ചും വ്യത്യസ്തമായിട്ടുള്ളൊരു കാര്യമാണ് മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് വരുന്നത്. അപ്പോൾ അത് വിശ്വസിക്കാനാണ് കുഞ്ഞുങ്ങൾ എന്ത് ചെയ്യുക, കൂടുതലായിട്ട് അവർക്ക് താല്പര്യം ഉണ്ടാവുക അതായിരിക്കും. അങ്ങനെ ആയിരിക്കും ലൈഫ്. ഇപ്പോൾ റൊമാൻസിനെ പറ്റി അങ്ങനെ, റൊമാൻറ്റിക് ആകുമ്പോൾ ഇങ്ങനെയൊക്കെ ആവണം, അല്ലെങ്കിൽ സെക്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനത്തെ പാട്ടുകളും മറ്റും കണ്ടിട്ടാണ് കുട്ടികൾ മനസ്സിലാവുന്നത്, അല്ലേ? അപ്പോൾ അത്തരം പ്രശ്നങ്ങളൊക്കെ സംഭവിക്കുന്നുണ്ട് ഈ ഒരു മീഡിയ വഴി. അടുത്തത് വരുന്നത് Sexual messages in the media can have both immediate and long-term effects in the society. ഇപ്പോൾ സൊസൈറ്റിയിൽ നമ്മൾ വിചാരിക്കും അതൊരു ആഡല്ലേ, ആ ഒരു രീതിയിൽ കാണാൻ കഴിവില്ലാത്ത ആളുകൾ അതാണ് റിയാലിറ്റി എന്ന് വിചാരിക്കുകയും അത് ഒരുപാട് കാലത്തേക്ക് അതിനെപ്പറ്റിയുള്ള ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ആവണം, അതാണ് സ്ത്രീ സങ്കല്പം, അല്ലെങ്കിൽ അങ്ങനെ ആവണം പുരുഷൻ്റെ രീതി. ഇപ്പോൾ ബന്നിൻ്റെ പരസ്യമാണെങ്കിൽ നല്ല മസിൽമാൻ ആയിട്ടുള്ള ആണുങ്ങളുടെയൊക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവും, അങ്ങനെ ആയിരിക്കും, അതാണ് യഥാർത്ഥത്തിലുള്ള പുരുഷൻ എന്നുള്ളൊരു രീതി. ആ ഒരു സംഭവം എന്ന് പറയുന്നത് നല്ലൊരു എഫക്റ്റ് തന്നെയാണ് ഇവിടെ സമൂഹത്തിൽ ഉണ്ടാക്കി വരുന്നത്. ആൻഡ് സെക്ഷൽ കണ്ടന്റ് ഇസ് ഡേഞ്ചറസ് എസ്പെഷ്യലി ഫോർ ടീനേജേഴ്സ് ആസ് ദേ ആർ ഇൻ ദ ഡെവലപ്മെന്റൽ സ്റ്റേജ് വെൻ ജെൻഡർ റോൾസ്, സെക്ഷൽ ആറ്റിറ്റ്യൂഡ്സ് ആൻഡ് സെക്ഷൽ ബിഹേവിയേഴ്സ് ആർ ബീയിങ് ഷേപ്ഡ്. ഒരു മനുഷ്യൻ്റെ സെക്ഷൽ ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡുകൾ, അല്ലെങ്കിൽ സെക്ഷൽ ബിഹേവിയർ, അതുപോലെ തന്നെ ജെൻഡർ റോൾ എന്താണ്, എൻ്റെ ഒരു റോൾ എന്താണ്, എന്താണ് ഈ ഒരു ഐഡിയൽ ലൈഫ് എന്നൊക്കെയുള്ളൊരു കാര്യം രൂപപ്പെട്ട് വരുന്ന ഒരു ടീനേജർക്ക് ഇങ്ങനത്തെ കണ്ടന്റുകൾ കാണുമ്പോൾ തീർച്ചയായിട്ടും ഇറ്റ് ഈസ് എ ഡേഞ്ചർ ആയിട്ടുള്ള ഒരു എഫക്റ്റാണ് ഉണ്ടാക്കുന്നത്. ആൻഡ് യങ് ഗേൾസ് ആർ ഫീലിംഗ് pressures about having to create a perfect body which leads to eating disorders and depression. ഇത് ഓൾസോ ലേഡീസിനെയും എന്ത് ചെയ്യുന്നുണ്ട്, ബാധിക്കുന്നുണ്ട്, അല്ലേ? അപ്പം നമ്മളുടെ കൾച്ചറും നമ്മുടെ ജിയോഗ്രഫി അനുസരിച്ചാണ് നമ്മളുടെ ശരീരഘടന ഉണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്ത് നമ്മൾ ബ്ലാക്കായി, കളർ കോൺഷ്യസ്നെസ്, അതേപോലെ തന്നെ ഫാറ്റ് ബോഡിയായി, അത് ശരിയല്ല, ഞാൻ സ്ലിം ആയിരിക്കണം, അതുപോലെ ആ ഒരു ഫിലിം ആക്ടറിൻ്റെ പോലെയാണ്, ആക്ട്രസിൻ്റെ പോലെയാണ്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ കൂടുതൽ ഡിപ്രഷനിലേക്ക് ബാധിക്കും. അതേപോലെ തന്നെ കളിയാക്കലുകൾ കേൾക്കും, അതേപോലെ അവരുടെ ഈറ്റിംഗ് ഹാബിറ്റിനെ ബാധിക്കും, അതേപോലെ തെറ്റായിട്ടുള്ള ഡയറ്റുകളും വ്യായാമവും തിരഞ്ഞെടുക്കാനുള്ള ഒരു അവസരം ഉണ്ടാവും. അപ്പോൾ ഇതൊക്കെ ലൈഫിനെ ബാഡായിട്ടാണ് ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. These results are not only in effect for girls but for boys as well, as they need a better body with big muscles as depicted in the media. നല്ല മസിലൊക്കെ വേണം എന്നൊക്കെ വിചാരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ആ ഒരു രീതിയിൽ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു ബോഡി സെർച്ച് ചെയ്യുന്ന ബോയ്സ് ഉണ്ട്. അതിനുവേണ്ടി ജിമ്മിൽ പോവുകയും അവിടെ നിന്ന് കൊടുക്കുന്ന പ്രോട്ടീൻ പൗഡേഴ്സ് കഴിക്കുകയും, ചിലതൊക്കെ നല്ലതായിരിക്കില്ല, അങ്ങനെ മരിച്ചു പോയിട്ടുള്ള ആളുകൾ വരെ ഉണ്ട്. അങ്ങനത്തെ കാര്യങ്ങൾ കേരളത്തിൽ തന്നെ ഇഷ്ടംപോലെ ഉദാഹരണങ്ങളുണ്ട്. അപ്പം ഈ രീതിയിൽ അതൊരു മീഡിയയുടെ എഫക്റ്റ് തന്നെയാണത്. വിമൻസ്
role in many hip hop videos is to dance, to look provocative and suggest sexual interest towards men. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫിലിംസിലൊക്കെ ഒരു ഡാൻസ് പാർട്ടി കൊടുക്കുന്ന സമയത്ത്, അതല്ലാന്നുണ്ടെങ്കിൽ അത്തരത്തിലൊരു സോങ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്തൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഒരു ഗേളിൻ്റെ അൾട്ടിമേറ്റ് എയിം, അവളുടെ ലൈഫ് എന്ന് പറയുന്നത് ബോയ്സിനെ അട്രാക്റ്റ് ചെയ്യാനുള്ളതാണ് എന്നുള്ളൊരു കോൺസെപ്റ്റാണ് ഇത്തരത്തിലുള്ള ഫിലിംസും ആഡും അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കൊണ്ടുതരുന്നത്. സോ അത് തെറ്റായിട്ടുള്ളൊരു ധാരണയാണ്. അത് വളർത്താൻ സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ TV ആഡ്സ് എല്ലാം സഹായിക്കുന്നുണ്ട്, അതൊക്കെ കാരണമാവുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ. In advertisements, women are targeted for cosmetic and housekeeping products. They are usually judged on their physical criteria, age and appearance. അപ്പോൾ എത്ര പ്രായമായാലും പ്രായം തോന്നാതിരിക്കണം, ചർമ്മം കണ്ടാൽ പ്രായം തോന്നരുത്, അതേപോലെ തന്നെ ഹൗസ് ഹോൾഡ് തിങ്സ് ഒക്കെ ആയിട്ടാണ് ഗേൾസ് കൂടുതലും റിലേറ്റ് ചെയ്തിരിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞിട്ടാണ് അല്ലേ. ഇപ്പോൾ നമ്മളൊരു കുക്കറിൻ്റെ പരസ്യമാണെങ്കിൽ ലേഡീസ് ആയിരിക്കും കുക്ക് ചെയ്യുന്നത്, എന്താ ബോയ്സ് കുക്ക് ചെയ്യാത്തത്, അങ്ങനത്തെ ആഡുകളല്ല കാണിക്കുന്നത്. അപ്പോൾ ജെൻഡർ ബയാസ് അവിടെയും നടക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ബ്യൂട്ടി, ഒരു കോസ്മെറ്റിക്സിൻ്റെ, അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഹെയറിൻ്റെ, ഒരു കുട്ടിക്ക് നല്ല ഹെയർ വേണം, എന്നാലേ അതൊരു നല്ല പെൺകുട്ടി ആവുള്ളൂ, ശലീന സുന്ദരി ആവുള്ളൂ, അങ്ങനെയൊക്കെയുള്ള കോൺസെപ്റ്റുകളുണ്ട് അല്ലേ. അപ്പോൾ ഇത്തരം കോൺസെപ്റ്റുകളൊക്കെ ഒരു ജെൻഡർ ഡിഫറൻസിനെ ഒരു നമ്മളെ കൂടുതലായിട്ട്, നമ്മളെ സ്റ്റീരിയോടൈപ്പിക്കായിട്ട് ഓൾറെഡി നമ്മുടെ മനസ്സിലുള്ള കോൺസെപ്റ്റിനെ വീണ്ടും 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 ഇങ്ങനെ കുത്തി നിറയ്ക്കുന്ന ഒരു കോൺസെപ്റ്റായിട്ട് വരുന്നുണ്ട്. ആൻഡ് മെൻ ആർ യൂഷ്വലി പോർട്രേറ്റ് വിത്ത് മോർ അതോറിറ്റി ആൻഡ് പ്രൊഫിഷ്യൻസി ദാൻ വിമൻ. അതുപോലെ തന്നെ ആണുങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, മോർ പ്രൊഫിഷ്യൻ്റ് ആണ്, എല്ലാ കാര്യത്തിലും ഭയങ്കര ആക്റ്റീവാണ്, അവരാണ് ഏറ്റവും വലിയ ടോപ്പിൽ നിൽക്കുക എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ഒരു ബിസിനസ്സിൻ്റെ ഒരു പരസ്യമാണെങ്കിൽ എപ്പോഴും ബോയ്സ് ആയിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്, അവരൊരു ബോസ് എന്നുള്ള രീതിയിലുള്ള കോട്ടും സൂട്ടൊക്കെ ഇട്ടില്ല, അങ്ങനത്തെ ആയിരിക്കും കണ്ടിട്ടുണ്ടാവുക അല്ലേ. അപ്പോൾ ഇത്തരത്തിൽ ജെൻഡർ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിസ്ക്രിമിനേഷൻ നമുക്ക് ഇങ്ങനത്തെ ആഡുകളിലും മറ്റും കാണാം. മെൻ യൂഷ്വലി പ്രൊമോട്ട് ആൽക്കഹോളിക് ബിവറേജസ്, ബാങ്കിങ് സർവീസസ്, കാർസ് എക്സെട്ര. ഒരു കാറിൻ്റെ പരസ്യമാണെങ്കിൽ ഗേൾസ് ഓടിച്ചൊരു കാറിൻ്റെ പരസ്യം നമ്മൾ അധികം കണ്ടിട്ടില്ല, അല്ലെ. ഉണ്ടെങ്കിലും എങ്ങനെയായിരിക്കും ഉണ്ടാവുക, ഹസ്ബൻഡ് ഓടിക്കുന്നു, സൈഡിൽ വൈഫ് ഇരിക്കുന്നു, ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുള്ളൂ. അപ്പോൾ ഇത്തരത്തിലുള്ള ഓരോ കോൺസെപ്റ്റ് ഇപ്പം ഇത് പറയുമ്പോഴാണ് നമ്മളിങ്ങനെ ആലോചിക്കുന്നത്. അല്ലെങ്കിൽ ഒരു ബാങ്കിങ് സർവീസിൻ്റെ പരസ്യമാണെങ്കിൽ അതിൽ ബോയ്സ് ആയിരിക്കും അതൊക്കെ ചെയ്യുന്നത്, മാത്സ് കണക്ക് കൂട്ടുന്നതും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ബോയ്സ് ആയിരിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള അല്ലെങ്കിൽ എന്നുണ്ടെങ്കിൽ ഡോക്ടേഴ്സൊക്കെ ബോയ്സ് ആയിരിക്കും, നേഴ്സസൊക്കെ ഗേൾസ് ആയിരിക്കും. ഇപ്പോൾ ഇങ്ങനത്തെ ഉള്ളൊരു കോൺസെപ്റ്റുകൾ ഉണ്ടാക്കുന്നുണ്ട് അല്ലേ. ഇൻ മൂവീസ് ഓൾസോ വിമൻ ആർ നോട്ട് ബീയിങ് റെപ്രസെൻറ്റഡ് ഇൻ മൂവീസ് വിത്ത് റെസ്പെക്ട് ഇൻ മോസ്റ്റ് കേസസ്. വൈൽ ദർ ആർ മൂവീസ് ബിൽറ്റ് സ്പെസിഫിക്കലി അറൌണ്ട് ദ പ്രോസസ് ഓഫ് വിമൻസ് റൈറ്റ് ആൻഡ് ഇൻഡിപെൻഡൻസ്, ദേ ആർ നോട്ട് പ്രസൻറ്റഡ് ആസ് സച്ച് ഇൻ മൂവീസ്. അതേപോലെ തന്നെ ഫിലിമിൻ്റെ ഉള്ളിലും എപ്പോഴും നമുക്കറിയാം ഹസ്ബൻഡ് അല്ലെങ്കിൽ ഹീറോ ആയിരിക്കും, ഇങ്ങനെ ഹീറോ വേർഷിപ്പിംഗ് ആണ്, ഹീറോ ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു, വൈഫ് എന്ത് ചെയ്യുന്നു അതിനെ കൂടെ സപ്പോർട്ട് ചെയ്തിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഒന്നോ രണ്ടോ പാട്ടുകളിൽ ഇങ്ങനെ വെറുതെ ബോഡിയൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ടായിട്ടൊരു ഒബ്ജക്റ്റായിട്ട് വരുന്നു, അത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫിലിമിൽ ഗേൾസിനെ എന്ത് ചെയ്യുന്നത്, റെപ്രസെൻ്റ് ചെയ്യുന്നത്. ഇനിയിപ്പം വിമൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള കഥകൾ ഉണ്ടെങ്കിൽ തന്നെയും അതിന് വേണ്ടത്ര ഒരു പ്രാധാന്യം ലഭിക്കുന്നില്ല. അപ്പോൾ ഇത്തരത്തിലാണ് വരുന്നത് മീഡിയ. ഇനി ടീൻ സൂയിസൈഡ്. ഇപ്പോൾ റീസെൻ്റ്ലി നമുക്കറിയാം ഒരു ഹിന്ദി നടൻ ആത്മഹത്യ ചെയ്ത ഒരു സമയത്താണ് നമ്മളിപ്പോൾ ഇത് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് ഹീ ഈസ് നോട്ട് എ ടീൻ, പക്ഷെ എന്നാലും ഒരു സൂയിസൈഡ് നമ്മളെ ഭയങ്കര ഷോക്ക് ചെയ്തിട്ടുള്ളൊരു സംഭവമാണ് അല്ലേ. അപ്പോൾ ഇവിടെ ടീൻ സൂയിസൈഡ് എന്ന് പറയുന്നത് യങ് മെയിൽസ് ആർ മച്ച് മോർ ലൈക്ലി ടു കമ്മിറ്റ് സൂയിസൈഡ് ദാൻ ദിയർ ഫീമെയിൽ പിയേഴ്സ്. മെയിലായിട്ടുള്ള ആളുകൾക്കാണ് ഫീമെയിൽസിനെക്കാളും ഇങ്ങനെ ആത്മഹത്യ ചെയ്യണം എന്നുള്ള ടെൻഡൻസി കൂടുതൽ. ഫീമെയിൽ അഡോളസൻസ് ആർ മോർ ലൈക്ലി ടു അറ്റംപ്റ്റ് സൂയിസൈഡ് ദാൻ ദിയർ മെയിൽ പിയേഴ്സ്. പക്ഷേ ഫീമെയിൽ അഡോളസൻസിൻ്റെ സമയത്ത് നമുക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്താൻ എന്ത് ചെയ്യുന്നുണ്ട്, മെയിലിനേക്കാളും നോക്കുന്നത് ഫീമെയിൽ അഡോളസെൻ്റ് പീരീഡിൽ അവരായിരിക്കും. പക്ഷേ യങ് മെയിലിൻ്റെ കാര്യത്തിൽ അവർ കമ്മിറ്റ് സൂയിസൈഡാണ്, ഒരു അറ്റംപ്റ്റ് മാത്രമല്ല അവർ ചെയ്യുന്ന രീതിയിലാണ് കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ടീൻ സൂയിസൈഡ് എന്ന് പറയുന്നത് ഒരു പ്രധാനപ്പെട്ടുള്ള കാര്യമാണ്. ഇനി എന്താണ് സം ഓഫ് ദ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ടീൻ സൂയിസൈഡ്? സം ഓഫ് ദ റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഹിസ്റ്ററി ഓഫ് പ്രീവിയസ് സൂയിസൈഡ് അറ്റംപ്റ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഒരാളെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയാളുടെ ഒരു ടീൻ സൂയിസൈഡിൻ്റെ അറ്റംപ്റ്റ്സിൽ അതിൽ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റുന്നത് പ്രീവിയസ് ആയിട്ട് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, സൂയിസൈഡൽ അറ്റംപ്റ്റ്സ് നടത്തിയിട്ടുണ്ടായിരിക്കും. ആൻഡ് ഫാമിലി ഹിസ്റ്ററി ഓഫ് സൂയിസൈഡ്. പിന്നെ നമ്മൾ നോക്കേണ്ടത് ഫാമിലിയിൽ ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ, ഹിസ്റ്ററി ഓഫ് ഡിപ്രഷൻ, ആങ്സൈറ്റി ഓർ അതർ മെൻ്റൽ ഇൽനെസ്. പിന്നെ മാനസികപരമായിട്ട് ആരോടും പറയാതെ ഒറ്റപ്പെട്ട് ഡിപ്രഷൻ അടിച്ച് അങ്ങനെ നടക്കുന്ന
ഒരു ഉത്കണ്ഠ അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ദെൻ ആൽക്കഹോൾ, ഒരു ഡ്രഗ് അബ്യൂസ്, അത് പിന്നെ ചിലപ്പോൾ ഇങ്ങനെ മദ്യപാനം അങ്ങനത്തെ കാര്യങ്ങളായിരിക്കാം. സ്ട്രെസ്ഫുൾ ലൈഫ് ഇവൻറ്റ്സ് ഓർ ലോസസ്, എന്തെങ്കിലും നഷ്ടം അല്ലെങ്കിൽ സ്ട്രെസ്സ്. ഈസി ആക്സസ് ടു ലീത്തൽ മെത്തേഡ്, ദെൻ എക്സ്പോഷ്യർ ടു ദ സൂയിസൈഡൽ ബിഹേവിയർ ടു അതേഴ്സ്. അതേപോലെ തന്നെ മറ്റുള്ളവരോട് സൂയിസൈഡിനെ പറ്റി പറയുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്. ഈ ഒരു റിസ്ക് ഫാക്ടേഴ്സ് എന്ന് പറയുമ്പോൾ ടീൻ സൂയിസൈഡിനെ പറ്റി അന്വേഷിക്കുമ്പോൾ അല്ലെങ്കിൽ അതിനെപ്പറ്റി അറിയുമ്പോൾ നമ്മൾ അന്വേഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്, അല്ലെങ്കിൽ അത്തരം അറ്റംപ്റ്റുകൾ നടത്തുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഓക്കെ. ദെൻ ഓൺലൈൻ ബുള്ളിങ്, അടുത്തൊരു പ്രശ്നം എന്ന് പറയുന്നത് ഓൺലൈൻ ബുള്ളിങ് എന്ന് പറയുന്നത് സൈബർ ബുള്ളിങ് എന്നൊക്കെ പറയാം. ബുള്ളിങ് ഈസ് എൻ ഓൺ ഗോയിങ് പാറ്റേൺ ഓഫ് ഹറാസ്മെൻറ്റ് ആൻഡ് അബ്യൂസ്. ഇതിപ്പോൾ നടന്നുകൊണ്ടേയിരിക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ ഈ സംസാരിക്കുന്ന സമയത്ത് പോലും ഒരുപാട് പ്രശ്നങ്ങൾ ഓൺലൈനായിട്ട് സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇറ്റ് ക്യാൻ ഹാവ് മെനി ഡിഫറെൻറ്റ് ഫോംസ്. ഇതിന് പല വേർഷൻസ് ഉണ്ട്. ഇറ്റ് ക്യാൻ ബി ഓൺലൈൻ ബുള്ളിങ് ഡയറക്റ്റ് ഇൻ പേഴ്സൺ ത്രൂ ഫിസിക്കൽ ഓർ വെർബൽ അറ്റാക്സ് ഓർ ഇൻഡയറക്ട്ലി ത്രൂ എക്സ്ക്ലൂഷൻ, സ്പ്രെഡിങ് റൂമേഴ്സ് എക്സെട്ര. പല രീതിയിൽ നേരിട്ട് ഒരാളെ ഭീഷണിപ്പെടുത്തുക, അല്ല എന്നുണ്ടെങ്കിൽ നേരിട്ടല്ലാണ്ട് ഇപ്പോൾ നമുക്കറിയാം അവരുടെ ഒരു വ്യാജ വാർത്ത അല്ലെങ്കിൽ അവരെ പറ്റിയിട്ടുള്ള എന്തെങ്കിലും കാര്യം സ്പ്രെഡ് ചെയ്യിപ്പിക്കുക, ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ ചെയ്യാറുണ്ട്. ദെൻ സൈബർ ബുള്ളിങ് ക്യാൻ ബി എ മോർ സീരിയസ് പ്രോബ്ലം ദാൻ ഡിറക്റ്റ് ഇൻ പേഴ്സൺ ബുള്ളിങ് ഓർ സ്കൂൾ ബുള്ളിങ് ബിക്കോസ് ദ ഓൺലൈൻ ബുള്ളീസ് ഡു നോട്ട് ഹാവ് എ റിയാലിറ്റി ചെക്ക് ഓർ ഫീഡ്ബാക്ക് ആസ് ഓൺലൈൻ ബുള്ളിങ് ഡസ് നോട്ട് ഗെറ്റ് ടു സീ ഓർ ഹിയർ ദ പെയിൻ ഓർ ഹാം ദ ഇൻഫെക്റ്റഡ് ഓൺ ദ വിക്ടിം. ശരിക്കും ഇത് നമ്മളുടെ സ്കൂളിൽ വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായി, അല്ലെങ്കിൽ ബുള്ളിങ് സംഭവിച്ചു, ആരെങ്കിലും നമ്മൾ അങ്ങനെ ചെയ്തു, എന്തെങ്കിലും പറഞ്ഞു പരത്തി, നമുക്ക് സ്കൂളിൽ വെച്ചിട്ട് അത് ചിലപ്പോൾ തീർന്നെന്ന് വരാം. പക്ഷേ സൈബർ ബുള്ളിങ്ങിന് ഒരു അന്തവും ആദ്യവും ഒന്നുമില്ല. അത് ആര് പടച്ചു വിട്ട കാര്യമാണ് അല്ലെങ്കിൽ എവിടെ നിന്ന് വന്ന കാര്യമാണെന്നുള്ളതിനെ പറ്റിയിട്ട് നമ്മൾ നോക്കുന്നില്ല. റൈറ്റ് ആയിട്ടുള്ളൊരു സോഴ്സ് ഉണ്ടാവില്ല, നമുക്കത് അപ്പോഴേക്കത് സ്പ്രെഡ് ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഈ ഒരു ഓൺലൈൻ ബുള്ളിങ് കൊണ്ട് സംഭവിക്കുന്നുണ്ട്. LGBTQI, lesbian, gay, bisexual, transgender, queer or questioning and intersex youth are particularly vulnerable to bullying both online and offline. അപ്പം ഇത്തരം നമുക്ക് ഈ ലെസ്ബിയൻസ് ആയിട്ടുള്ള ഇത്തരം നമ്മൾ കാറ്റഗറൈസ് ചെയ്യുന്ന ചില ആളുകളുണ്ട്. ലെസ്ബിയൻസ്, ഗേ, ബൈസെക്ഷൽ, ട്രാൻസ്ജെൻഡർ, ക്യൂർ, ഇതുപോലുള്ള ആളുകളെയൊക്കെ ബുള്ളിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെയൊക്കെ അത്രയും മോശമായിട്ട് കണക്കാക്കുന്ന ഒരു സൊസൈറ്റിയാണ് നമുക്കുള്ളത്. അവരെ മിസ്യൂസ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഈ അടുത്ത് തന്നെ ഒരു പ്രശ്നം ഇഷ്യൂ ഒക്കെ നമ്മൾ സംസാരിച്ചതാണ്, ഇങ്ങനത്തെ ഒരു പ്രശ്നങ്ങൾ അല്ലേ. യൂത്ത് ആർ പെർട്ടിക്കുലർലി വൾനറബിൾ ടു ബുള്ളിങ് ബോത്ത് ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ. ഒരു യൂത്തിന് എപ്പോഴും ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും ബുള്ളിങ്ങിനുള്ള എന്ന് വെച്ചാൽ മറ്റൊരാളെ ഹറാസ് ചെയ്യാനുള്ളൊരു ചാൻസാണ്, ആരും അറിയാത്തൊരു ചാൻസാണ്. ആരും ഒരു ഫേക്ക് അക്കൗണ്ടിൽ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പം അതൊക്കെ ചാൻസസ് വർദ്ധിപ്പിക്കുന്നൊരു കാര്യമാണ്. പക്ഷേ അതിൻ്റെ അന്വേഷണം അല്ലെങ്കിൽ അതിനെ പറ്റിയിട്ടുള്ള ഒരു റിക്കവറിയൊക്കെ നടത്തണം എന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി നമുക്ക് ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ഫലം ചെയ്തോളണം എന്നില്ല. അപ്പം അതിനെപ്പറ്റി നമ്മൾ ശ്രദ്ധാലുവായിരിക്കണം. Then role of a teacher, counselor and parents. Last point ആണ് കേട്ടോ. Role of teachers, counselors and parents in this kind of things എന്ന് പറയുന്നത് understanding children's rights as human rights and create such awareness in the community as well. കുഞ്ഞുങ്ങളുടെ അവകാശത്തെ പറ്റിയിട്ട് ബോധവാന്മാരാവുകയും അതുപോലെ സമൂഹത്തിനെ ബോധവാന്മാരാക്കുകയും ചെയ്യുക. മേക്ക് ചിൽഡ്രൻ ഫീൽ ഇറ്റ് ഈസ് വർത്ത് വൈൽ അറ്റൻഡിങ് യുവർ ക്ലാസ്. ആൻഡ് നമ്മൾ ചെയ്യുന്ന ക്ലാസ് കൊണ്ട് മറ്റുള്ളവർക്ക് ഉപയോഗം ഉണ്ടെന്ന് അല്ലെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ഉപയോഗപ്രദമാവുന്നുണ്ടെന്ന് അവർക്കൊരു ബോധ്യം വരുത്തുക. ദെൻ ബി ഓപ്പൺ ടു ലേണിംഗ്. അതേപോലെ തന്നെ ഒരു എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ള കാര്യം, അതൊരു തുറസ്സായ രീതിയിലുള്ളൊരു ലേണിംഗ് എൻവയോൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക. മേക്ക് ദ ക്ലാസ്സസ് ഇൻട്രസ്റ്റിംഗ് ആൻഡ് ഇൻഫോർമേറ്റീവ്. നമ്മുടെ ക്ലാസ്സുകൾ കുറേ വിവരങ്ങൾ ഇങ്ങനെ ഗുളിക പോലെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതിനുപരി ഇൻട്രസ്റ്റിംഗ് ആക്കുവാൻ വേണ്ടി ശ്രമിക്കുക. അവോയ്ഡ് വൺ വേ കമ്മ്യൂണിക്കേറ്റീവ് ആൻഡ് ഗിവ് ഓപ്പർച്യൂണിറ്റീസ് ടു ചിൽഡ്രൻ ടു കം അപ്പ് വിത്ത് ദെയർ ഡൗട്ട്സ് ആൻഡ് ക്വയറീസ്. അതുപോലെ ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ, അതായത് ലെക്ചർ മെത്തേഡ് ഒഴിവാക്കി അവർക്കും കൂടി സംശയങ്ങളും ചോദിക്കാനും അവർക്കും കൂടി സംവാദങ്ങളിൽ ഏർപ്പെടാനുമുള്ളൊരവസരം ഉണ്ടാക്കി കൊടുക്കുക. ബി എ ഗുഡ് ലിസണർ. അതേപോലെ തന്നെ നല്ലൊരു ലിസണർ ആയിരിക്കുക. ക്രിയേറ്റ് എ റിലേഷൻഷിപ്പ് വേർ ചിൽഡ്രൻ ക്യാൻ എക്സ്പ്രസ് ദെയർ വ്യൂസ്, കൺസേൺസ്, ഫിയേഴ്സ് എക്സെട്ര. ട്രൈ ടു എൻഗേജ് വിത്ത് ചിൽഡ്രൻ ഇൻ ഇൻഫോർമൽ ഡിസ്കഷൻസ്. ഓക്കെ, നല്ലൊരു ലിസണർ ആയിരിക്കുക. അതുപോലെ തന്നെ ക്രിയേറ്റ് എ റിലേഷൻഷിപ്പ് വിത്ത് ചിൽഡ്രൻ. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് എന്ത് പറയാനുള്ള ഒരു ഓപ്പൺ സ്പേസ് ആയിട്ട് നമ്മൾ കൗൺസിലേഴ്സും ടീച്ചേഴ്സും പാരൻസും ഒക്കെ മാറുക. അവർക്ക് അവരുടെ കാര്യങ്ങൾ, അവരുടെ പേടികൾ, അവരുടെ കാഴ്ചപ്പാടുകൾ, കൺസേൺസ് എല്ലാം പറയണം. നമ്മൾ പലപ്പോഴും പറയാറുണ്ട് എൻ്റെ മകൻ എന്നെ അനുസരിക്കുന്നില്ല, അല്ലെങ്കിൽ എൻ്റെ മോള് ഞാൻ പറയുന്നത് കേൾക്കുന്നില്ല. കാരണം നിങ്ങളും അവരെ കേൾക്കുന്നുണ്ടാവില്ല. അതുകൊണ്ടായിരിക്കും നിങ്ങൾക്ക് തിരിച്ചതുപോലെ തന്നെ അവർ റെസ്പോണ്ട് ചെയ്യുന്നത്. അവർ എന്ത് പറയുന്ന കുഞ്ഞു കാര്യമാണെങ്കിലും ചുമ്മാ കേട്ട് കൊടുക്കുക. അപ്പോൾ ഈ
ഒരു കാര്യമാണ് ടീച്ചർക്കും കൗൺസിലേഴ്സിനും പാരൻസിനും ഒക്കെ വരുന്നത്. നമുക്കറിയാം അല്ലേ, ചില ടീച്ചേഴ്സിൻ്റെ അടുത്ത് കുട്ടികളൊന്നും വിട്ടുപോവുകയില്ല, ചില ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിൽ വരേയില്ല. അപ്പോൾ തന്നെ നമുക്ക് കാര്യം മനസ്സിലാവും എത്രത്തോളം ഓപ്പൺ ആണ്, അല്ലെങ്കിൽ എത്രത്തോളം റിലേഷൻഷിപ്പ് കാത്ത് സൂക്ഷിക്കുന്നുണ്ട് ഈ കുട്ടികളുമായിട്ട് എന്നുള്ള കാര്യം. ഓക്കെ, ദാറ്റ്സ് ഓൾ റോൾ ഓഫ് ടീച്ചർ, കൗൺസിലേഴ്സ് ആൻഡ് പാരൻസ്. ദെൻ സേ നോ ടു ഡിസ്ക്രിമിനേഷൻ. അതേപോലെ തന്നെ ആരെയും വേർതിരിച്ച് കാണാതിരിക്കുക. സേ നോ ടു കോർപ്പറൽ പണിഷ്മെൻറ്റ്. അതേപോലെ തന്നെ ഇതുപോലെ കോർപ്പറൽ പണിഷ്മെൻറ്റിനോട് നോ പറയുക. സ്റ്റോപ്പ് യൂസ് ഓഫ് ചൈൽഡ് ലേബർ ഇൻ യുവർ ഹോം ആൻഡ് വർക്ക് പ്ലേസ്. അതുപോലെ ചൈൽഡ് ലേബർ എന്ന് പറയുന്ന ഒരു കാര്യം നമ്മുടെ സ്കൂളുകളിലോ അതുപോലെ വീട്ടിലോ അത് ഉണ്ടാവാതിരിക്കുക. ആൻഡ് ടേക്ക് ചിൽഡ്രൻ ടു നിയർ ബൈ പ്ലേസസ് ഫോർ പിക്നിക്സ് ആൻഡ് പ്ലഷർ ട്രിപ്സ്. അവരതുപോലെ അവർക്ക് സന്തോഷം കൊടുക്കുന്ന പ്ലഷർ ട്രിപ്പുകൾ, പിക്നിക്ക്, അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ കൊണ്ടുപോവുക. എൻഗേജ് ചിൽഡ്രൻ ഇൻ ഡിസ്കഷൻസ്, ഡിബേറ്റ്സ്, ക്വിസ് ആൻഡ് അതർ റിക്രിയേഷണൽ ആക്ടിവിറ്റീസ്. അവർക്ക് ഡിസ്കഷൻസ് കൊടുക്കുക, ഡിബേറ്റ്സ് സംഘടിപ്പിക്കുക, ക്വിസ്, അതുപോലെ തന്നെ അവരെ സന്തോഷിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരുടെ റിക്രിയേഷൻ, അവരെ ക്രിയേറ്റിവിറ്റി വർദ്ധിപ്പിക്കുന്ന, അവർക്കൊരു എൻജോയ്മെൻ്റ് ഒക്കെ കൊടുക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. ഫോളോ അപ്പോൺ ഗേൾസ് ഹു ഡ്രോപ്പ് ഔട്ട് ഓർ അറ്റൻഡ് ഇറഗുലാരിറ്റി ടു എൻഷുർ ഡസ് നോട്ട് കണ്ടിന്യൂ. അപ്പം നമ്മുടെ ക്ലാസ്സിൽ ആബ്സെൻ്റ് ആയിട്ടുള്ള കുട്ടികളുണ്ടെങ്കിൽ അവരെ ഒന്ന് ഫോളോ അപ്പ് നടത്തുക. ഗേൾസ് ഒക്കെ ആണെങ്കിൽ എസ്പെഷ്യലി ഒരു കെയർ കൊടുക്കുക. ആൻഡ് ഓൾ ടീച്ചേഴ്സ് ക്യാൻ ഹെൽപ്പ് ഇൻ ക്രിയേറ്റിംഗ് ആൻഡ് സ്ട്രെങ്തനിങ് എ പ്രൊട്ടക്റ്റീവ് എൻവയോൺമെൻറ്റ് അറൗണ്ട് ചിൽഡ്രൻ. അതുപോലെ തന്നെ ടീച്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പ്രൊട്ടക്റ്റീവ് എൻവയോൺമെൻ്റ് ആയിട്ട് മാറുക. ആ ടീച്ചറുടെ അടുത്ത് എത്തുമ്പോൾ എനിക്കൊന്നും സംഭവിക്കില്ല, ഐ ഹാവ് നല്ലൊരു എന്താ പറയുക സേഫ്റ്റി ഫീൽ ഉണ്ട് എന്ന കുഞ്ഞുങ്ങളെ കൊണ്ട് നമുക്ക് തോന്നിപ്പിക്കണം. And should be to explore whether the child is under any pressures from family, relatives or friends. അപ്പം കുഞ്ഞുങ്ങളിപ്പം എന്തെങ്കിലും ഒരു കാര്യത്തിൽ ഇപ്പോൾ ഫാമിലിയിൽ നിന്നൊരു പ്രഷർ ഉണ്ടെങ്കിലോ റിലേറ്റീവ്സിൽ നിന്നോ ഫ്രണ്ട്സിൽ നിന്നൊക്കെ ഒരു പ്രഷർ ഉണ്ടെങ്കിലോ അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവരെന്ത് ചെയ്യുക, അവർക്ക് ആ ഒരു പ്രഷറിൽ നിന്നും അവർക്കൊരു സമാധാനമൊക്കെ കൊടുക്കാൻ സാധിക്കുക. അതാണ് പാരൻസിനും ടീച്ചേഴ്സിനും അതുപോലെ കൗൺസിലേഴ്സിനും ചെയ്യാൻ സാധിക്കുന്നത്. Then spend some time with the child privately without being imposing humiliation and creating an embarrassing situation for the child. കുഞ്ഞുങ്ങളോടൊപ്പം കുറച്ച് സമയം ചെലവഴിക്കുക. അവർക്ക് ഒരു ചിലപ്പം നമ്മളൊന്നിങ്ങനെ തലോടിയാൽ അല്ലെങ്കിൽ ഒന്ന് കെട്ടിപ്പിടിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളെ ഉണ്ടാവുള്ളൂയിരിക്കും. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനത്തെ കെയർ, അവർക്ക് എന്താണോ ആവശ്യമുള്ളത് ആ കെയർ കൊടുക്കുക. ഹെൽപ്പ് ദ ചൈൽഡ് എക്സ്പ്രസ് ഹെർ പ്രോബ്ലം either through drawing and painting or by writing a story or simply talking to you or the school counselor, social worker or to a friend in the class. ചിലപ്പോൾ കൗൺസിലേഴ്സിൻ്റെ അടുത്ത് വരാൻ മടിയുണ്ടായിരിക്കും, ടീച്ചേഴ്സിൻ്റെ അടുത്ത് ഒരു പ്രോബ്ലം പറയാൻ മടിയുണ്ടായിരിക്കും, ചിലപ്പോൾ എഴുതി തരാനായിരിക്കും, ചിത്രം വരച്ചു തരാനായിരിക്കും. എങ്ങനെയാണെങ്കിലും അത് മനസ്സിലാക്കാനും അത് അക്സെപ്റ്റ് ചെയ്യാനൊക്കെയുള്ള ഒരു ഓപ്പൺ സ്പേസ് ഉണ്ടാക്കി കൊടുക്കുക. ആൻഡ് ആൻസേഴ്സ് ക്വസ്റ്റ്യൻസ് ഹോണസ്റ്റ്ലി. ടെൽ യുവർ ചിൽഡ്രൻ വാട്ട് ദേ വാണ്ട് ടു നോ യൂസിങ് വേർഡ്സ് ദേ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവരോട് എന്ത് ചെയ്യുക, ചോദ്യങ്ങൾ വളരെ ഹോണസ്റ്റ്ലി ആയിട്ട് ചോദിക്കുക. എന്ന് വെച്ചാൽ അവരുടെ ചോദ്യങ്ങൾക്ക് ഹോണസ്റ്റായിട്ട് മറുപടി പറയുക. അതുപോലെ തന്നെ അവർക്കും മനസ്സിലാവുന്നൊരു ഭാഷയിൽ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. And provide correct information. Studies show that young people tend to obtain most of their information about sexuality from friends. അതുപോലെ തന്നെ മിസ്ഇൻഫർമേഷൻസ് കിട്ടാറുണ്ട് അവർക്ക് ഒരു സെക്ഷുവാലിറ്റിയെ സംബന്ധിച്ച്. അല്ലെങ്കിൽ അവർ വലുതാവുന്ന സമയത്ത് കുറേ കോൺസെപ്റ്റുകൾ അവരുടെ മനസ്സിൽ വരും, കുറേ തെറ്റായിട്ടുള്ള കോൺസെപ്റ്റുകളായിരിക്കും. അപ്പം ഇത്തരം കോൺസെപ്റ്റുകളൊക്കെ മാറ്റിയിട്ട് അവർക്ക് നല്ലൊരു രീതിയിലുള്ള ഒരു എന്താ പറയുക, അവർക്ക് നല്ല രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. ആൻഡ് സ്റ്റാർട്ട് കോൺവെർസേഷൻ. സം ചിൽഡ്രൻ നെവർ ആസ്ക് സെക്ഷുവാലിറ്റി. ചില കുട്ടികൾ ഇത്തരം കാര്യങ്ങളൊന്നും സംസാരിക്കാൻ മടിയുള്ളവരായിരിക്കും. അപ്പോൾ അവരോട് നമ്മൾ അങ്ങോട്ടൊരു ടോപ്പിക് ഇട്ട് കൊടുത്ത് അവരുടെ കയ്യിൽ നിന്നും ആ കാര്യങ്ങളൊക്കെ ഇങ്ങനെ വാങ്ങിയെടുക്കണം. ആൻഡ് ഷെയർ ദെയർ ബിലീവ്സ്, കൺസേൺസ് ആൻഡ് വാല്യൂസ്. യുവർ ചിൽഡ്രൻ നീഡ് ടു നോ വേർ യു സ്റ്റാൻഡ്. അതുപോലെ അവരുടെ വിശ്വാസങ്ങൾ, അവരുടെ കൺസേൺസ് എന്താണ്, അവരുടെ വാല്യൂസ് എന്താണ്, അവരുടെ ജീവിതത്തിൽ അവർ വിചാരിച്ചിരിക്കുന്ന കുറേ പോയിന്റ്സ് ഉണ്ടായിരിക്കും, അവരെ മനസ്സിലാക്കൽ എന്താണ്, അത്തരം കാര്യങ്ങളൊക്കെ കെയർ ചെയ്യുക. അതുപോലെ തന്നെ നമ്മളുടെ സ്റ്റാൻഡും വ്യക്തമാക്കി കൊടുക്കുക. ഹെൽപ്പ് ചിൽഡ്രൻ മേക്ക് ഗുഡ് ഡിസിഷൻസ് ആൻഡ് സ്റ്റാൻഡ് ബൈ ദെയർ ഡിസിഷൻസ്. അവരെ സഹായിക്കുക നല്ല ഡിസിഷൻസ് എടുക്കാനും ആ ഡിസിഷനിൽ ഉറച്ചു നിൽക്കാനും വേണ്ടിയിട്ട് ഒരു പക്വത ഉണ്ടാക്കി കൊടുക്കാൻ സഹായിക്കുക. ആൻഡ് സെക്സ് എഡ്യൂക്കേഷൻ ഓൾസോ പ്രൊവൈഡ് an opportunity to instill your family values in your kids. അതേപോലെ തന്നെ പ്രോപ്പറായിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ അവർക്ക് കൊടുക്കുക. Then, if parents do not teach their children about sex, they will learn about it from somewhere else. നമ്മൾ പാരൻസ് ഈ ഒരു കാര്യത്തെ പറ്റിയിട്ട് സെക്ഷലായിട്ടുള്ള ഡിഫറൻസസ് എന്താണ്, ജെൻഡർ എന്താണ്, ഈ കാര്യം കുഞ്ഞുങ്ങൾക്ക് പാരൻസ് മനസ്സിലാക്കി കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ മറ്റു വഴികൾ തേടും, മറ്റുള്ള ആളുകളോട് ചോദിക്കും. അതിനേക്കാളും നല്ലത് നമ്മൾ തന്നെ പറഞ്ഞു കൊടുക്കുന്നതാണ് അല്ലേ. അപ്പോൾ ആ രീതിയിൽ ടീച്ചേഴ്സ് ആണെങ്കിലും പാരൻസ് ആണെങ്കിലും ഇതിനൊരു മടിയുള്ളൊരു വിഷയമാക്കി കണക്കാക്കാതെ നല്ല രീതിയിൽ ഒരു ഗുഡ് വേ ഓഫ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പറയുന്നത്. സോ താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്. എന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെങ്കിൽ
ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ഷെയർ ടു യുവർ ഫ്രണ്ട്സ് ആൻഡ് എക്സാം നല്ല അടിപൊളിയായിട്ട് എഴുതാൻ പറ്റട്ടെ. താങ്ക് യു സോ മച്ച്. പ്ലീസ് സബ്സ്ക്രൈബ് LisMe ആൻഡ് ഷെയർ.